ഉണ്ടാവാറുണ്ട്. ഉവ്വ് ഉവ്വ് ഉവ്വ്. സൂപ്പർ സിംഗർ ആണ് ഷോർട്സ് നോക്കി. അടിപൊളി പാട്ടാണ്. ഞാൻ ഗായത്രി കുട്ടിയോട് പറയായിരുന്നു, ഗായത്രി കുട്ടിയുടെ വോക്കല് അതേ വോയിസില് പുറത്തുള്ള സീനും കാര്യങ്ങളൊക്കെ സീനറീസ് ഉണ്ടല്ലോ, ബട്ടർഫ്ലൈ അതുപോലെയുള്ള നല്ല സീനറീസുകൾ വെച്ചിട്ട് വോയിസ് ഓൺ വോയിസ് കൊടുക്കും. ആഹാ. എന്നിട്ട് ലിറിക്കിന്റെ ഹമ്മിങ് മാത്രം മതിയല്ലോ, ഫസ്റ്റ് 4 വരികൾ മാത്രം മതിയല്ലോ. ഉവ്വ്. അത് കൊടുത്തിട്ട് ആ ലൈനും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് ഞങ്ങളെപ്പോലൊക്കെ ഉള്ള കുറെ ആളുകൾക്ക് അത് ഒരു പോസിറ്റീവാണ്. കാരണം എന്താ വെച്ചാല് ലൈനിന്റെ ഒപ്പം തന്നെ അത് പാടാനും നോക്കാനും പറ്റുമ്പോ അത് കുറെ ആളുകളിലേക്ക് റീച്ച് ആയി. ഉവ്വ്. മ്യൂസിക്കിനെ മിത ഇഷ്ടപ്പെടുന്നു. എങ്ങനെ മിതായെ ലിബാൻ ആരെങ്കിലും ഇടിക്കാനുണ്ടെങ്കിൽ ഇജ്ജ് എന്നെ വിളിച്ചോന്ന്. അതെ, കരാട്ടൊക്കെ കരാട്ടക്കാരിയാണ്. അതാണ് ആരെങ്കിലും ഇട്ടിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാ പറഞ്ഞു. അൻഷത് ഗായത്രി സെറ്റ് എന്ന് പറയുന്നുണ്ട്. അൻഷത് ഗായത്രി കുട്ടി ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ഒന്ന് ഗായത്രി കുട്ടി ഒന്ന് ഫോളോ ചെയ്തോ. ഗായത്രി കുട്ടി കുറച്ച് ബാക്ക്വേർഡ് ആണ്. ഞാന് ഗായത്രീനെ കണ്ടുമുട്ടിയിട്ട് ഒരു 5-6 മാസമായി ശരിക്കും പറഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഗായത്രി കുട്ടി ഉണ്ടാവാറില്ല. എഡിറ്റിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം ഗായത്രി കുട്ടിയെ. എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും നീ ടെൻഷൻ ആവണ്ട. നിനക്ക് സെറ്റ് ആവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. മിത ഉണ്ട്, ഞാനുണ്ട്, ഇതാ ഇപ്പൊ ലിബാൻ എത്തി. ലിബാനെ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കുകയായിരുന്നു. എവിടെ നമ്മൾ കണ്ടതാ? ഞാൻ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടതാ ബ്രോ. എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു നൈറ്റേ. അത് ശരി. വന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കേറി കഴിഞ്ഞപ്പം ഇതില് കണ്ടതാ സോൾ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കേറിയതാ. അത് ശരി. ഞാൻ ഈ നമ്മളിപ്പോ ടൈമിൽ കാണാറില്ല. ഞങ്ങളും അവസാനിപ്പിക്കാനുള്ള ഒരു ഇതിലായിരുന്നു അൻഷദും ഞാനും. പിന്നെ കുറച്ചൊരു 5-10 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവാന്നുള്ള ഇതിൽ തന്നെ ആയിരുന്നു. അപ്പോഴാണ് നിന്നെ കണ്ടത്. നിന്നെ കണ്ടപ്പോ നിന്നോട് നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി. കാര്യങ്ങള് എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. എഡിറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. നീ പാട്ട് പാടിയാൽ മാത്രം മതി. പാട്ട് നമ്മുടെ മിതക്കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ എന്താ സാധ്യത എന്നുള്ളത് മിതക്കുട്ടിക്ക് അയച്ചു കൊടുത്താൽ മതി. ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. മിതക്കുട്ടി ഗായത്രീനെ എങ്ങനെയാണെന്നുള്ളതൊന്ന് സെറ്റ് ആക്കിട്ടാ. എഡിറ്റിങ് കാര്യങ്ങളും അത് ഇടുന്നതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. പാട്ടിന്റെ കാര്യം സെറ്റ് ആക്കണം. കേട്ടോ ലിബാനെ? ആയിക്കോട്ടെ. ഓക്കെ, അത് മറന്നു പോകണ്ട. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഗായത്രീനെ ആഡ് ചെയ്യും. അവള് പാട്ട് പഠിക്കുന്നുണ്ട് ഗായത്രി കുട്ടി. പഠിക്കുന്നുണ്ട്. അതുപോലെ ഓക്കെ അല്ലേ. പിന്നെ ഷിംന പാട്ട് പാടുന്നൊക്കെ ആളാണ്. പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടും എന്താണെന്നൊന്നും അറിയില്ല. പബ്ലിക്കിലേക്ക് ഇറങ്ങുമെന്നുള്ളത് അറിയില്ല. ഗായത്രി നമ്മുടെ നാട്ടുകാരി ആണല്ലോ. അതെ, കൊല്ലമാണ്. നീയും കൊല്ലാണല്ലോ അല്ലെ? അൻഷദും കൊല്ലാണ്. ലിബാൻ എവിടാ? ഞാൻ കോട്ടയം. അപ്പൊ നിങ്ങളൊക്കെ അടുത്തടുത്തല്ല? കോട്ടയം, കൊല്ലം, കരുനാഗപ്പള്ളി അടുത്തടുത്തല്ലേ? അതെ. എനിക്ക് പിന്നെ കുറെ ദൂരമുണ്ട്. മിതക്കും കുറെ ദൂരമുണ്ട്. ഞാൻ തൃശ്ശൂരും മിത മലപ്പുറം ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ കോട്ടയം, കരുനാഗപ്പള്ളി, കൊല്ലംകാരൊക്കെ ഞങ്ങൾക്ക് അത്ര ഉള്ള ദൂരം ഇല്ല. അതെ. അപ്പൊ ഇൻഷാല്ല കണ്ടതില് ഒത്തിരി സന്തോഷം. നീ കയറിയതില് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. കണ്ടുമുട്ടാൻ ഇതേപോലെയുള്ള ആളുകളെല്ലാരും കൂടെ ഒന്നിച്ചൊരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറഞ്ഞാല് കുറച്ച് പ്രയാസമാണ്. എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇതെല്ലാരും കൂടെ ഒന്നിച്ച് കിട്ടിയതില് കലാകാരികളുടെ ഒക്കെ അടുത്ത് വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതിനിടയിൽ നമുക്ക് രണ്ട് വരി അഹങ്കാരം ഇല്ല തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പാടാനൊന്നും അറിയില്ല കേട്ടോ, വെറുതെ മൂള. തൃശ്ശൂർ മലപ്പുറം ദൂരമാണ്. അതല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരുപാട് ദൂരം ഉണ്ടല്ലോ തൃശ്ശൂരിൽ നിന്നുള്ളത്. പക്ഷെ അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞതാണ്. തൃശ്ശൂർ മലപ്പുറം ദൂരമില്ല. തൃശ്ശൂരും മലപ്പുറം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ലിബാനെ, നോക്കാം.
കൂവി